ഓൾ വെൽക്കം ബാക്ക് ടു ജസ്റ്റ് ബ്യൂട്ടി വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഞാൻ 2 മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷിന്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏകദേശം 8-9 മാസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ ഫേസിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. കറുത്ത പാടുകളും പിമ്പിൾസ് ഒക്കെ ആയിട്ട് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുമായിരുന്നു. 2 കവിളും ഭയങ്കര പിമ്പിൾസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പിമ്പിൾസും കറുത്ത പാടുകളൊക്കെ ഇടയ്ക്ക് വെച്ച് പോയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ, നമ്മുടെ വൈറ്റ് ഹെഡ്സ് പോലത്തെ കുരുക്കൾ 2 കവിളിലും അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് മാറിയെന്ന് കരുതിയത്. പക്ഷേ ഈ കുഞ്ഞു പിമ്പിൾസ് വീണ്ടും വലുതായി, വലിയ പിമ്പിൾസ് ആയി, പിന്നെയും കറുത്ത പാടുകളായി. ആ സമയത്ത് കൂടുതൽ ഞാൻ ഹോം റെമഡീസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ പിന്നെ ഹോം റെമഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു ഏകദേശം ഒരു 3-4 വർഷം മുന്നേ ഇതുപോലെ സ്കിന്നിൽ ഇൻഫെക്ഷൻ ആയിട്ട് ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും എനിക്ക് അന്നും എനിക്ക് വലിയ ഗുണം അവർ തന്ന ഓയിൻമെന്റ് ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും യൂസ് ചെയ്തിട്ട് അത്ര മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഡോക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു. കാരണം ചുമ്മാ പൈസ പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് പോകാൻ വേണ്ടി മടിയായിരുന്നു. അപ്പോഴായിരുന്നു ഞാനൊരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു ഫേസ് വാഷിന്റെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് കരുതി മേടിച്ചതാണ്. പക്ഷേ എൻ്റെ സ്കിന്നിൽ കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടും പിമ്പിൾസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു പരിധി വരെ ആ ഒരു ഫേസ് വാഷ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും പറയത്തില്ല ഈ ഒരു ഫേസ് വാഷ് കാരണമാണ് എൻ്റെ പിമ്പിൾസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞത്, എൻ്റെ കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് മാറിയെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും എൻ്റെ ഫേസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ പാടുകളുണ്ട്. പക്ഷെ ഇത് കറുത്ത പാടുകളല്ല, ഒരു റെഡ് കളറിൽ എൻ്റെ ഫേസിൽ പാടുകളുള്ളത്. പിന്നെ പിമ്പിൾസ് ഒന്നും വലുതായിട്ടില്ല. അത് ഇവിടെ ഒരു പിമ്പിൾ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ് വന്നു പോകുന്നുള്ളൂ. പക്ഷെ നേരത്തെ പോലെ പിമ്പിൾസിന്റെ ഇഷ്യൂസ് കാര്യങ്ങളില്ല. അപ്പം ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നു, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഫേസ് വാഷ് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, ഏതാ ഫേസ് വാഷ് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് താരം. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അറിയാമായിരിക്കും. കാരണം റീൽസിലൂടെയും യൂട്യൂബ് വീഡിയോസിലൂടെയൊക്കെ കുറേ പേർക്ക് അറിയാവുന്ന ഒരു ഫേസ് വാഷ് ആണിത്. അപ്പോൾ ഏകദേശം 2 മാസമായിട്ട് ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലെമിഷസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കിപ്പം അൺഈവൻ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം നല്ല വെയിലാണ്, പുറത്തോട്ടിറങ്ങിയ കരിഞ്ഞു പോകും. നമ്മളിപ്പോൾ എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് രീതിയിൽ നമുക്ക് ടാൻ വരും. കാരണം നമുക്ക് ഇപ്പൊ എല്ലാവരും റീഅപ്ലൈ ചെയ്യുന്നവരായിരിക്കത്തില്ല. ഇപ്പൊ ഞാൻ രാവിലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റീഅപ്ലൈ ചെയ്യാറില്ല. പിന്നെ വൈകുന്നേരം ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോഴായിരിക്കും എൻ്റെ ഫേസ് വാഷ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ റീഅപ്ലൈ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ റീഅപ്ലൈ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ ഒരു ഇത്രയും ചൂടടിച്ച് നമുക്ക് എല്ലാവർക്കും ടാൻ വരും, അൺഈവൻ സ്കിൻ ടോൺ ആയിരിക്കും. അപ്പോൾ ഒരു പരിധി വരെയും നമ്മുടെ ഈ അൺഈവൻ സ്കിൻ ടോൺ ആ ഒരു ഇഷ്യൂസ് മാറ്റാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് വാഷ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഫേസിൽ നന്നായിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്നു, നല്ല കറുത്ത പാടുകളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമല്ല അതെനിക്ക് പോയിട്ടുണ്ടായിരുന്നത്. നല്ല വലിയ പിമ്പിൾസ് ആണ്, അതായത് പസ്സൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള വലിയ പിമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അത് നമ്മൾ 1% സാലിസിലിക് ആസിഡ് ഫേസ് വാഷോ അല്ലെങ്കിൽ 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷോ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലായിരിക്കും അതിന് നല്ലത്. ഇത് വലിയ പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഫേസിലുണ്ടെന്ന കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഫേസിൽ കറുത്ത പാടുകളൊക്കെ പോയതിനു ശേഷവും കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ട്, അത് വൈറ്റ് ഹെഡ്സ് പോലത്തെ ആ ഒരു പിമ്പിൾസില്ലേ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ നെറ്റിയിലൊക്കെ എനിക്ക് അങ്ങനെ ഇപ്പം ഒരു പ്രശ്നമില്ല, അങ്ങനെ വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് അല്ല, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഒന്നും എനിക്ക് നെറ്റിയിലില്ല. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന, നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്ത് നാളെ മാറി കിട്ടുമൊന്നുമില്ല. ഇപ്പം ഞാൻ 2 മാസമായി യൂസ് ചെയ്യുന്നു, എന്നാലും എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഒന്നും അങ്ങനെ ഫുള്ളായിട്ട് മാറിയിട്ടില്ല. എന്നാലും നല്ല ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതുകൊണ്ട് മാത്രമല്ല, നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. പിന്നെ ഇപ്പം നമുക്കിപ്പം ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഞാൻ അതും കൂടി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഒരാഴ്ചയേ ഉള്ളൂ, ആ ഒരു ആഴ്ച ആയിട്ടുള്ളൂ. അപ്പം അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഒക്കെ നന്നായിട്ട് മാറ്റി കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കറുത്ത പാടുകൾ കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് സ്കിൻ
നന്നായിട്ട് ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കറിയാം ഈ ചൂട് കാലത്ത് ഈ ഒരു വെയിലടിച്ച് നമ്മുടെ സ്കിൻ എത്രത്തോളം ഡള്ളാവുന്നുണ്ടെന്ന്. പക്ഷേ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പാക്കിംഗ് എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു ബോക്സിലാട്ടോ നമുക്ക് കിട്ടുന്ന നല്ല അടിപൊളി പാക്കിംഗ് ആണ്. പിന്നെ ഇത് 70 ഗ്രാമിന്റെ 70 ഗ്രാമിന്റെ ആണ് നമ്മൾ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മേടിച്ച സമയത്ത് 260 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. 3 ഇയേഴ്സ് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ഡീറ്റെയിൽസും തന്നെ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ, കാര്യങ്ങൾ എന്താണ്, എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കിൻ വൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റനിങ്ങിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഒരു ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പാരബിൻ ഫ്രീ ആണ്. പിന്നെ എനിക്കിത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തൊന്നും അല്ല കേട്ടോ, ഇതൊരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്. പക്ഷെ എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതല്ല, അല്ലാതെ ഞാൻ ഈ ഒരു റീല്, ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടാണ് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിത് ഇങ്ങനെ ഒരു ട്യൂബിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഭയങ്കര നല്ല രസമാട്ടോ, നല്ല എനിക്ക് ഈ ഒരു ട്യൂബ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിലും ഡീറ്റെയിൽസ് ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്. 260 രൂപ കാര്യങ്ങളെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദിവസം ഒരു നേരമേ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ ഇപ്പം നിങ്ങളുടെ നല്ല ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസം 2 നേരം, രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ രാത്രിയും ഇത് യൂസ് ചെയ്യാം. ഞാൻ വൈകുന്നേരം അത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ആ സമയത്തായിരിക്കും ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. രാവിലെ ഞാൻ സെറ്റാഫിലിൻ്റെ ഒരു ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വൈകുന്നേരം ആ ഒരു സമയത്ത് മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. ഈ ഒരു ഫേസ് വാഷ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസും കൈകളും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ഫേസും കൈയും നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ ഇത്ര എമൗണ്ട് എടുത്താൽ മതി കേട്ടോ. ഇത് തന്നെ കൂടുതലാണ്, വളരെ കുറച്ച് എമൗണ്ട് ഈ ഒരു ഫേസ് വാഷ് എടുത്താൽ മതി. ഇതൊരു ക്രീമി ടെക്സ്ചറിലാട്ടോ ഉള്ളത്, ഒരു വൈറ്റ് കളറിലൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ഗ്രാന്യൂൾസ് ഉണ്ട്. നമ്മൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 1-2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഫേസ് വാഷിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് നയാസിനമൈഡ് ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഫേസ് വാഷ് ആയിട്ട്. ഇപ്പം നിങ്ങൾ ഒരു ഫേസ് വാഷ് മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫേസ് നല്ല ഓയിലി ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. പക്ഷേ ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യേണ്ട കേട്ടോ. ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷ് ആണിത്. ഇപ്പം നിങ്ങളുടെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, കറുത്ത പാടുകളുണ്ട്, നിങ്ങളുടെ സ്കിൻ ഒന്ന് വൈറ്റ് ആക്കണം, അൺഈവൻ സ്കിൻ ടോൺ, പിന്നെ ഒന്ന് ഗ്ലോ ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷ് ആണ്. ഞാൻ മസ്റ്റായിട്ട് ഇനി ഇത് റീപർച്ചേസ് ചെയ്യൂട്ടോ, കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഗ്രാന്യൂൾസ് ഉണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിൽ ഒരു ചെറിയ സ്ക്രബിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ഒരു ഫേസ് വാഷ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മേടിച്ച് യൂസ് ചെയ്തോളുക. ഒരു ടെൻഷനും വേണ്ട, അത്ര അടിപൊളിയാണ്. പിന്നെ ഇത് ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്, സാധാരണ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.